നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, ഈ വാക്കുകളെ വീണ്ടും അനർത്ഥമാക്കുകയായിരുന്നു 2025 ഏപ്രിൽ മാസം 3-ാം തീയതിയിലെ ആ ഒരു പുലരി. കാലങ്ങളായി ഭാരതത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന വഖഫ് അധിനിവേശം, ഏകദേശം 39 ലക്ഷത്തോളം ഏക്കർ സ്വത്തിന് അല്ലെങ്കിൽ അത് കൈയടക്കി വെച്ചിരിക്കുന്ന, അതിന് അവകാശി ആണ് എന്നൊക്കെ പറയപ്പെടുന്ന വഖഫ് എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരു കടിഞ്ഞാണിട്ടുകൊണ്ടുള്ള ഒരു ചരിത്ര പ്രാധാന്യമേറിയ വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയിരിക്കുന്നു. വളരെ കയ്യടികളോടുകൂടി തന്നെയാണ് ഭാരതത്തിലെ മതേതര സമൂഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ ഏപ്രിൽ 2 ഒപ്പം തന്നെ ഏപ്രിൽ 3 രാത്രിയൊക്കെ നടന്ന ലോക്സഭയിലെ ആ ചർച്ചകളെ, പ്രത്യേകിച്ച് ആ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ചർച്ചകളെയൊക്കെ മതേതര സമൂഹം നോക്കിക്കണ്ടത്. ഈ ഭേദഗതി ബില്ല് ഇത്ര വലിയ രീതിയിൽ ഒരു പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, മുനമ്പം ജനത അവർ നടത്തിക്കൊണ്ടിരുന്ന അവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഐതിഹാസികമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു. അവരുടെ പ്രതിസന്ധികൾക്കും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാവുകയാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിലൂടെ. എന്നാൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, മതേതര മുഖമുണ്ട് അല്ലെങ്കിൽ മതേതര മനസ്സുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന പല പാർട്ടികളും, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ, ഈ ഭേദഗതി ബില്ലിൽ സ്വീകരിച്ച ഞെട്ടിക്കുന്ന ചില നിലപാടുകൾ തന്നെയാണ്. ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന് മുകളിൽ ഒരു മത നിയമം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവണതയ്ക്ക് അന്ത്യം കുറിച്ച ഈ ഒരു വഖഫ് ഭേദഗതി ബില്ലിനെ എന്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ എതിർത്തു? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. വഖഫിൽ വികൃതമായത് ആരുടെ മുഖം? ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ. ഒപ്പം തന്നെ ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട്, മുൻപ് ജനത നേരിടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യവും ആധികാരികവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ചിട്ടുള്ള റിട്ടയർഡ് അണ്ടർ സെക്രട്ടറി ശ്രീ സ്റ്റാലിൻ ദേവൻ, ഒപ്പം BJP നിന്നും ശ്രീ അഖിൽ വർഗീസ്, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ അമൽ സിറിയക്. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഫാദർ സ്കോട്ട് സ്ലീബ, ഈ 29/3/2025 കേരള കത്തോലിക്ക സഭയുടെ വലിയൊരു പ്രബോഡിയായ KCBC, കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ, അതിൻ്റെ പ്രസിഡന്റ് അഭിമന്യ കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ, വൈസ് പ്രസിഡന്റ് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ അഭിമന്യ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ്, ഒപ്പം തന്നെ കണ്ണൂർ രൂപതാധ്യക്ഷൻ സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തല, ഇവർ 3 അഭിമന്യ പിതാക്കന്മാർ, അതായത് കേരള കത്തോലിക്ക സഭയിലെ 3 റീത്തുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് 3 അഭിമന്യ പിതാക്കന്മാർ KCBCയുടെ പേരിൽ ഒരു സംയുക്ത സർക്കുലർ പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ ആദ്യത്തെ വാചകം ഇപ്രകാരമാണ്: വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഭരണഘടന അനുസൃതമല്ലാത്തതും അന്യായവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിനനുകൂലമായി ജനപ്രതിനിധികൾ വോട്ട് ചെയ്യണമെന്ന് KCBCക്ക് വേണ്ടി പ്രസിഡന്റ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ആവശ്യപ്പെട്ടു. അതിശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം, ആഹ്വാനം. ഇതിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ അവകാശങ്ങളെ ഹനിക്കണമെന്നോ അല്ലെങ്കിൽ ആ മതവിഭാഗത്തിന് മേൽ കുതിര കയറണമെന്നോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ജനങ്ങളുടെ ന്യായമായിട്ടുള്ള അവകാശത്തിനൊപ്പം നിൽക്കുക, ഭരണഘടനയ്ക്ക് വേണ്ടി നിൽക്കുക എന്നൊരു ആഹ്വാനം ഇവിടെ നിന്നും ജനങ്ങൾ തെരഞ്ഞെടുത്ത് ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികളോട് KCBC ആവശ്യപ്പെട്ടു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം, ഇന്ന് പുലർച്ചെ വരെ പാർലമെന്റിൽ നടന്ന ചർച്ചകൾ കാണുമ്പോൾ ഈ KCBCയുടെ ഒരു പ്രസ്താവനയ്ക്ക് ഒരു പുല്ലുവില പോലും കൽപ്പിക്കാത്ത രീതിയിലാണ് 19ഓളം MPമാർ ഇവിടെ നിന്ന് ജയിച്ച് വിട്ടുപോയ, അല്ലെങ്കിൽ ജയിപ്പിച്ച് അവിടെ പാർലമെന്റിലെത്തിയ, ലോക്സഭയിലെത്തിയ 19ഓളം MPമാർ പെരുമാറിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു ആഹ്വാനം, ന്യായമായിട്ടുള്ളൊരു ആഹ്വാനം സ്വീകരിക്കാനുള്ള ഒരു നട്ടല് എന്തുകൊണ്ട് ആ 19 പേർക്കും ഇല്ലാതെ പോയി? ഫാദർ സ്കോട്ട് സ്ലീബ. തീർച്ചയായിട്ടും ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിനെ 2 മണി വരെയുള്ള ലോകസഭയിലെ ചർച്ചകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള 19 പേരും 19 MPമാരും നമുക്ക് ഈ വക കാര്യങ്ങളെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള പിന്തുണയോടുകൂടെ അല്ല അവരാരും സംസാരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു അംഗം ഒഴിച്ച് ബാക്കി 19 പേരും ഈ വഖഫ് ഭേദഗതിയെ എതിർത്താണ് സംസാരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിലെ മെത്രാൻ സമിതിയോ അല്ലെങ്കിൽ ഭാരത മെത്രാൻ സമിതിയോ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, അതിന്മേൽ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാനായിട്ട് സാധിക്കില്ല. ഇന്ത്യ എന്ന് പറയുന്നത് അതൊരു മതേതരത്വ രാജ്യമാണ്. അവിടെ എല്ലാ മത അംഗങ്ങളും ഉൾക്കൊള്ളുമ്പോഴും ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ നിയതമായ ചട്ടക്കൂടുകളും അതിൻ്റെതായ ഒരു പ്രവർത്തന ശൈലിയും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തെയും ഭാരതത്തിലെ സംബന്ധിച്ചോളം മെത്രാൻ സമിതി, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ
മെത്രാൻ സമിതി എടുക്കുന്ന തീരുമാനങ്ങളാണ് സഭയുടെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും അംഗീകരിക്കുക. അപ്പോൾ ആ തീരുമാനത്തെ 100% ഇവിടുത്തെ എംപിമാരോ അല്ലെങ്കിൽ MLA മാരോ എടുക്കണം എന്ന് നിർബന്ധമില്ല. അതിലുപരിയായിട്ട് സഭ എടുക്കുന്ന നിലപാടിനുപരി ഇവിടെ മാനുഷികമായ ഒരു പരിഗണനയുണ്ട്. അന്യായമായ നിയമങ്ങൾക്കെതിരെ നിലകൊള്ളുവാനായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് കഴിയാതെ പോകുന്നത് നട്ടലില്ലായ്മ തന്നെയാണ്. കേരളത്തിൽ നിന്ന് ജയിച്ചുപോലുള്ള 19 MP-മാരുടെ നട്ടലിന്റെ സ്ഥാനത്ത് നിന്ന് പുതിയ പിള്ളേർ പറയുന്ന പോലെ മറ്റു പദങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഉപയോഗിക്കേണ്ടിയിരിക്കും. ചില സിനിമയുടെ പേരുകളൊക്കെ അതിന് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഇതിന്റെ പരസ്യമായിട്ട് അവരെ ആക്ഷേപിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല എന്ന് മാത്രം. കഴിഞ്ഞ ദിവസം ഹൈബീഡൻ നട്ടല് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടു. അപ്പൊ അതിന് താഴെ ഒരു വാഴയുടെ പടമൊക്കെ കാണിച്ചിട്ട് ഇത്രയെങ്കിലും നട്ടലുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെയുള്ള തമാശകളൊക്കെ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും അവര് സഭയുടെ നിലപാടിനെ അനുകൂലിക്കണം എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ മുനമ്പം എന്ന് പറയുന്ന ജനതയുടെ തീരാത്ത ഒരു പ്രശ്നമായിരുന്നു. ആ നിലപാട്, അവരുടെ ആ കണ്ണുനീരിന്മേല് അവർക്കൊരു നിലപാട് സ്വീകരിക്കാമായിരുന്നു. ചില നിയമങ്ങൾ ഇവിടെ ആർക്കും ആരുടെ മണ്ടയിൽ കുതിര കയറാൻ വേണ്ടിയിട്ടുള്ള നിയമമൊന്നും ഇന്നലെ ലോകസഭയിൽ വന്നതായിട്ട് കാണുന്നില്ല. ചില കാര്യങ്ങൾക്ക് മാറ്റം വരേണ്ടതായിട്ടുണ്ടായിരുന്നു. മാറ്റം വരുവാനായിട്ട് അവര് തീരുമാനം എടുത്തു. അത് പാർലമെന്റിലും പല സമിതികളിൽ അത് ചർച്ചയ്ക്കും അത് വിശകലനത്തിനും വേണ്ടി വിട്ടു. തുടർ പഠനങ്ങൾക്കും വിട്ടു. ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ടോ പാസ്സാക്കിയതല്ല. മാസങ്ങളെടുത്ത് പല ചർച്ചകൾക്കും പല പഠനങ്ങൾക്കും പല രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ അതിന് പഠനങ്ങൾക്കും തുടർ ചർച്ചകൾക്കും വിധേയമാക്കിയതിനു ശേഷമാണ് ഇന്നലെ അത് പാർലമെന്റിലേക്ക് വന്നത്. അപ്പോൾ അതിന്റെ പിന്നിൽ ചില തിരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് തിരുത്തണമെന്ന് പറയാനുള്ള ആർജവത്വം കാണിക്കേണ്ടത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അമിതമായ കടന്നുകയറ്റത്തിന്റെ ഭാഗമായിട്ടാണ് എങ്കിൽ ഓർത്തിരിക്കുക, ഇതിന്റെ തിരിച്ചടികൾ വളരെ വലുതായിരിക്കും. ഒരു കാലത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വിലക്ക് കൽപ്പിച്ചപ്പോൾ കേരളത്തിലെ പള്ളികളൊക്കെ തുറന്നിട്ട് കൊടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ സമ്മേളനങ്ങളും കോൺഗ്രസിന്റെ മീറ്റിങ്ങുകളും ഒക്കെ കൂടി രാജ്യത്തിന്റെ സ്വതന്ത്രമാകുന്നതിന് വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ കൂടെ നിന്നിട്ടുള്ള ഒരു സമുദായത്തെ വഞ്ചിക്കുന്ന രീതിയിലേക്ക് നിലപാടുകൾ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയവരെടുക്കുമ്പോൾ അതിന് പരിണത ഫലം വലുതായിരിക്കും എന്നതിന് യാതൊരു സംശയമില്ല. ഒറ്റയ്ക്ക് നിന്നാ ജയിക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ ഒന്ന് വിചാരിച്ചാൽ പലരെയും തോൽപ്പിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ഇവര് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഒരു വിഭാഗത്തിന് മാത്രമല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അമിത കടന്നുകയറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗത്തിന്, സമാധാന മതക്കാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന രീതിയിൽ ഇവിടുത്തെ ഭരണ നേതൃത്വം മാറുമ്പോൾ അതിന് തിരിച്ചടികൾ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയമില്ല. അത് കേന്ദ്രത്തിൽ പോയത് മാത്രമല്ല, കേരളത്തിലും അങ്ങനെ തന്നെയാണ്. 140 പേരും കൂടെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു എതിർപ്രമേയം പാസ്സാക്കിയിട്ട് അതിന് വെളിയിലേക്ക് വന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മുൻപത്ത് വന്ന് കണ്ണുനീരൊഴുക്കുന്ന കാണുമ്പോൾ ഈ കപട രാഷ്ട്രീയക്കാരുടെയും കപട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുഖം തിരിച്ചറിയുവാനായിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 2 മണി വരെയുള്ള സമയത്തിന് സാധിച്ചു എന്നതിന് യാതൊരു സംശയമില്ല. എനിക്ക് പൊതുജനത്തോട് പറയാനുള്ളത്, നമ്മളെ വഞ്ചിച്ചിട്ടുള്ളവരെ, നമ്മളെ ചതിച്ചിട്ടുള്ളവരെ നമ്മൾ മറന്നു പോകരുത്. തിരിച്ചടികൾ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കൊടുക്കണം. നാളുകളിൽ ഇവരൊക്കെ തന്നെ നമ്മുടെ അടുക്കിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം, ഞങ്ങളുടെ കൂടെ വോട്ടുകൾ കൊണ്ടാണ് നിങ്ങളൊക്കെ ജയിച്ചു പോയിട്ടുള്ളത്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ മുനമ്പൻ ജനതയുടെ വിയർപ്പിന്റെയും കൂടെ അധ്വാനത്തിന്റെ ഫലമായത്. അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത നിങ്ങളെ ഞങ്ങൾക്കും വേണ്ട എന്നൊരു ആർജവത്വത്തോടുകൂടെ ഒരു തവണയൊന്ന് പറഞ്ഞു നോക്ക്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ തന്നെ ഇങ്ങനെ തിരികെ മറുകണ്ഠത്തിലേക്ക് ചാടുവാനൊക്കെ അവർക്ക് സാധിക്കും. കാരണം കസാര ഇല്ലാതിരുന്നാൽ ഇവർക്കാർക്കും ഒരു വിലയില്ല എന്നറിയാവുന്നതുകൊണ്ട് കസാരയുടെ പിന്നാലെ പായുമ്പോൾ ഒരു വിഭാഗം മാത്രം മതി എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ് എന്ന് ഈ അവസരത്തിൽ പറയുവാനും അവരെ ഓർമ്മിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നു. നിങ്ങൾ കത്തോലിക്ക സഭയുടെ നിലപാടുകൾ പിന്തുടരണമെന്ന് ഒരിക്കലും ഞങ്ങൾ ആവശ്യപ്പെടുകയില്ല. പക്ഷേ കത്തോലിക്ക സഭ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ, അതിവിടെ ജാതിയോ മതമോ രാഷ്ട്രമോ സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളിൽ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് 100% സത്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കത്തോലിക്ക സഭ പൊതുവേദികളിലേക്ക് അതിന്റെ അലയൊലികൾ ഉയർത്തുകയുള്ളൂ. അല്ല എങ്കിൽ അത് അവരുടെ ഇന്റേണൽ ഫോറത്തിൽ പറയും. ഇന്റേണൽ ഫോറത്തിൽ നിന്ന് ഔട്ട്ലൈനിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു നിലപാട് വന്നിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയെന്ന് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നൂടെ പഠിച്ചതിന് ശേഷമാണ് അത് പറയുക. അപ്പോൾ അതിനെ ഒന്ന് മാനിക്കാനോ അതിനെ ഒന്ന് അംഗീകരിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത രാഷ്ട്രീയ നേതൃത്വത്തോടെ ഇവിടുന്ന് ജയിച്ചു പോയവരുടെ ഞങ്ങൾ അർഹിക്കുന്ന രീതിയിൽ, ഞങ്ങൾക്ക് പലരും തമാശയ്ക്ക് പറഞ്ഞത് അർഹിക്കുന്ന രീതിയിൽ പുച്ഛിച്ച് കളയുക എന്ന് പറഞ്ഞത്, അങ്ങനെ ഒരു മനോഭാവത്തോടുകൂടെ ഇവിടെ പുച്ഛിച്ച് തള്ളുവാൻ തുടങ്ങിയാൽ ഇവരുടെയൊക്കെ കസാരകൾക്ക് ഒരു ബലക്കുറവ് സംഭവിക്കും. നാളുകളിൽ തിരിച്ചടി ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയമില്ല. ഇവിടെ നിന്ന് പോയവരുടെ കപടമുഖം പൊളിച്ചെഴുതുവാൻ ഇന്നലെ ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 2 മണി വരെയുള്ള സമയത്തിന് കഴിഞ്ഞു.
അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇവരുടെയൊക്കെ കപടമുഖം പൊതുസമൂഹം തിരിച്ചറിയാനും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിന്നാലെ വാലാട്ടി നടക്കുന്ന രീതിയിലേക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ മാറുന്നു എന്ന് കാണുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം കുറച്ചുകൂടെ ചർച്ചകൾക്ക് വിധേയമാക്കുവാനും കുറച്ചുകൂടെ നിഷ്പക്ഷമായിട്ട് വോട്ടിംഗ് പാറ്റേണെ കാണുവാനും നാളിതുവരെ കണ്ടുമറന്ന ചിഹ്നങ്ങൾ മറക്കുക തന്നെ വേണം. വേണ്ടി വന്നാൽ മാറ്റി കുത്തേണ്ട സാഹചര്യങ്ങൾ മാറ്റി കുത്തുകയും വേണമെന്ന് തിരിച്ചടികൾ കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നവംബർ ഡിസംബർ മാസത്തിൽ ത്രിതല പഞ്ചായത്ത് വരുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നു. നമ്മളൊന്നും മറന്നു പോകരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ എനിക്കുള്ളത്. നിങ്ങൾ കത്തോലിക്ക സഭയുടെ നിലപാടുകളെ ഉൾക്കൊള്ളണമെന്ന് പറയില്ല, പക്ഷേ ഇവിടുത്തെ പൊതുബോധത്തിന്റെ പൊതു ആവശ്യത്തിനൊപ്പം നിൽക്കാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾക്കാർക്കും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകണം. അത് കത്തോലിക്ക സഭയുടെ നിലപാടല്ല, പൊതുബോധത്തിന്റെ നിലപാട്. അവര് മതേതരത്വ മൂല്യങ്ങളല്ല അവർ ഉയർത്തുന്നത്, മറിച്ച് മതേതരത്വ മൂല്യത്തെ അവഗണിക്കുന്ന പ്രീണന നയങ്ങളുടെ ഭാഗമായിട്ട് നമ്മളെയൊക്കെ പേടിപ്പിച്ചു നിർത്തുകയാണ്. ഇനി അതുകൊണ്ട് അങ്ങ് വടക്കേന്ത്യയിലോ തെക്കേന്ത്യയിലോ മധ്യ തിരുവിതാംകൂറിലൊക്കെ നടക്കുന്ന ചില വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങളാണ് നിങ്ങളുടെ കാവൽക്കാരെന്ന് പറഞ്ഞ ആരെങ്കിലും വന്ന പൊതുബോധം പൊതുജനം ഇവരുടെ കപടമുഖത്തെ തിരിച്ചറിയുന്നുണ്ട് എന്ന് ഓർത്താൽ നല്ലതാണ്. ഇല്ല എങ്കിൽ ഇവർക്ക് പരിണിത ഫലം വളരെ വലുതായിരിക്കുന്നതിന് യാതൊരു സംശയമില്ല. ഇക്കാര്യത്തിൽ ഇവർ രാഷ്ട്രീയപരമായിട്ട് ഇവർ പുറന്തള്ളപ്പെടുമെന്ന് യാതൊരു സംശയമില്ല. ശ്രീ സ്റ്റാലിൻ ദേവൻ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സ്വാതന്ത്ര്യ ദിനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ 2025 ഏപ്രിൽ മാസം 3-ാം തീയതി പുലർച്ചെ വഖഫ് അധിനിവേശത്തിനെതിരെ ഒരു നിർണായകമായിട്ടുള്ള ഒരു മേൽക്കൈ വിജയം ഇവിടുത്തെ ഇന്ത്യയിലെ ഭരണകൂടം നേടിയിരിക്കുന്നു. ഈ ഒരു വഖഫ് ഭേദഗതി ബില്ല് അത് പ്രധാനമായും ചർച്ചയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം നമുക്കറിയാവുന്നതുപോലെ മുനമ്പമാണ്. എന്നാൽ ഈ ഭേദഗതി ബില്ലിന്റെ ചർച്ചയിലുടനീളം ഈ പ്രതിപക്ഷ എംപിമാർ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ, അതിൽ ഏറ്റവും പ്രത്യേകിച്ച് ഈ മുനമ്പം ജനതയെ പാർലമെന്റിൽ ലോക്സഭയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഹൈബി ഈഡൻ എം പി ഒക്കെ ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. ഈ ഭേദഗതി ബില്ല് കൊണ്ട് മുനമ്പം ജനതയ്ക്ക് പരിഹാരം ഉണ്ടാവുകയില്ല, അതായത് മുൻകാല പ്രാബല്യം ഇതിനില്ല എന്നൊക്കെ. ആ വാദഗതിക്ക് ഒരു അടിസ്ഥാനമുണ്ടോ? ഈ ഭേദഗതി ബില്ലിലൂടെ എങ്ങനെ മുനമ്പം ജനത ഇപ്പോൾ നേരിടുന്ന ഈ ഒരു പ്രതിസന്ധിക്ക് എങ്ങനെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും? ശ്രീ സ്റ്റാലിൻ ദേവൻ. മുനമ്പം വിഷയം എന്ന് മാത്രമല്ല, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ആദ്യം അതിനൊരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിക്കണം. ഈ ഹൈബി ഈഡനോ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് എംപിമാരോ മറ്റുള്ള സാധാരണ ഒരുപാട് പേര് മുനമ്പത്ത് ചെന്നിട്ട് അവർക്ക് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിക്കാൻ ചില്ലാണ്. പക്ഷെ അവരിൽ എത്ര പേര് ഈ വഖഫ് ആക്ട് എന്താണെന്നും ഇതിന്റെ ഭരണഘടനാ വിരുദ്ധത എന്താണെന്നും എന്താണ് മുനമ്പത്തിന്റെ യഥാർത്ഥ പ്രശ്നമെന്നും അവരുടെ ചരിത്രം എന്തായിരുന്നുവെന്നും എന്തൊക്കെയായിരുന്നു ഇതുവരെ വന്നിട്ടുള്ള കോടതി വിധികളെന്നും എങ്ങനെയാണ് അവർക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുക എന്നൊക്കെ പറയണമെങ്കിൽ തന്നെ ആധികാരികമായിട്ടൊരു പഠനം നടത്തിയ ആളിന് മാത്രമേ സാധിക്കൂ. ഇപ്പോ ഹൈബി ഈഡൻ മുനമ്പംകാരുടെ എം പി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ വിഷയം എന്താണെന്നോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ എന്താണെന്നോ എങ്ങനെയാണ് വഖഫ് ആക്ട് അവരുടെ പ്രശ്ന പരിഹാരത്തിന് തടസ്സമായി നിൽക്കുന്നതോ എന്നും യാതൊരു ധാരണയും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അല്ലാത്ത പക്ഷം ഇന്നലെ പാർലമെന്റിൽ പാസാക്കിയ നിയമം, ആ നിയമം അതുപോലെ തന്നെ നടപ്പിൽ വരികയാണ്, രാജ്യസഭയും പാസാക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുനമ്പത്തിന് 100% പരിഹാരം ഉണ്ടാകുന്നു. അപ്പോൾ ഈ വഖഫ് ബില്ലിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് ഹൈബി ഈഡൻ ഇന്നലെ പാർലമെന്റിൽ പറയേണ്ടിയിരുന്നത്, ഞാൻ ഈ ബില്ലിനെ എതിർക്കുന്നു, എന്തായാലും ഈ പുതിയ നിയമത്തിൽ സെക്ഷൻ 2 കൊണ്ടുവരുന്ന പരിഷ്കാരത്തോടു കൂടി എന്റെ ജനങ്ങൾക്ക് പരിഹാരം കിട്ടുന്നതിനാൽ ഞാൻ ഈ സർക്കാരിന് അക്കാര്യത്തിൽ മാത്രം നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് ഈ ഹൈബി ഈഡൻ ഈ മുൻപത്തെ കേസ് യഥാർത്ഥത്തിൽ പഠിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് കിട്ടാവുന്ന പരിഹാരം എന്താണെന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസം 14-ാം തീയതി രാത്രിയാണ് JPC-യുടെ ഫൈനൽ റിപ്പോർട്ട് അവർ പുറത്തുവിട്ടത്. എനിക്ക് കിട്ടിയത് രാത്രി 12:30 മണിക്ക് ഫാദർ ജോഷി മയ്യാറ്റിൽ എനിക്ക് അയച്ചു. ഞാൻ ഉടനെ ഇതുമായിട്ട് എഴുതിട്ട് ഇത് വായിക്കണമല്ലോ. വൈഫ് ചോദിച്ചു എവിടെ പോവാ, ഞാൻ പറയാം എനിക്ക് അത്യാവശ്യം കുറച്ച് വായിക്കണം. നോക്കിയപ്പോ 936 പേജ് മൊബൈലിലാണ് സാധനം വന്നിരിക്കുന്നത്. എന്റെ ഒരു കണ്ണൻ ഇറ്റ് ഈസ് സ്റ്റിൽ ഡ്യൂ ഫോർ ഈ ഓപ്പറേഷൻ ചെയ്തതിന് കാഴ്ചയുള്ളൂ. പക്ഷെ എന്റെ ഒരു താല്പര്യം കൂടുതൽ കാരണം
ഞാനത് ആധികാരികമായിട്ട് തന്നെ പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ 936 പേജ് എനിക്ക് പ്രശ്നമില്ല, കാരണം എനിക്ക് എന്തൊക്കെയാണ് ഈ അമെന്റ്മെന്റ് വരാൻ പോകുന്നത് എന്നൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ JPCയുടെ റെക്കമെൻഡേഷൻ മാത്രം നോക്കി നോക്കി പോവുകയാണ്. അങ്ങനെ 3 മണിയായ സമയത്ത് ഞാൻ ക്ലോസ് 10 അതായത് വഖഫ് ആക്ടിന്റെ സെക്ഷൻ 13 അവിടെയാണ് ഈ വഖഫ് ബോർഡുകൾ, ഇപ്പൊ സുന്നിക്കും ഷിയാക്കും മാത്രമേ ഉള്ളൂ, അപ്പൊ മറ്റ് വഖഫ് ബോർഡുകൾ കൂടി ഉണ്ടാക്കുന്ന വിഷയം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ അവർ ഒരു നിർദ്ദേശം JPC കൊടുക്കുകയാണ്, അവരുടെ റിപ്പോർട്ട്. അത് കണ്ട സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി മുൻപ് വിഷയം പരിഹരിക്കപ്പെടാൻ പോകുന്നു, പ്രൊവൈഡ് ഈ നിയമം ഇതുപോലെ തന്നെ പാസ്സാക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ധാരണയിൽ എത്തണമെങ്കിൽ എല്ലാവർക്കും സാധ്യമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ധാരണയിൽ എത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ വഖഫ് നിയമം അറിയണം, വഖഫ് ആക്ട് അറിയണം, വരാൻ പോകുന്ന നിയമ ഭേദഗതി അറിയണം, മുൻപത്തെ യഥാർത്ഥ ചരിത്രം എന്തായിരുന്നു, നിയമപരമായ കൂടി ചരിത്രം എന്തായിരുന്നു എന്ന് അറിയണം. കൂടാതെ ഫറൂഖ് കോളിന്റെ ലീഗൽ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാം. ഇത്രയും കാര്യങ്ങൾ ഉള്ള ഒരു മനുഷ്യന് മാത്രമേ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. തുടർന്ന് ഫെബ്രുവരി മാസം 15 അന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഒരു വീഡിയോ പുറപ്പെടുവിച്ചു, ധൈര്യസമേതം 100% പരിഹാരം ഉണ്ട്. കാരണം എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഞാൻ ഈ കഷ്ടപ്പെട്ടതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഈ കാര്യം ലോകത്തോട് എനിക്ക് വിളിച്ചു പറയണം, ഒരു സ്വാർത്ഥത എന്ന് തന്നെ വെച്ചു. അതിനുശേഷം ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല, കാരണം വിശ്വാസമില്ല. ഏതോ ഒരു സ്റ്റാലിൻ ദേവൻ എവിടെ നിന്നോ വന്നിട്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നു, ഇതിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അവരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ജനം TVയിലെ അനിൽ നമ്പ്യാരെ കുറിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, അനിൽ, ഇതാണ് ഇഷ്യൂ. ഈ ഇഷ്യൂ ആണ് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ചൂടേറിയ ചർച്ചയാകാൻ പോകുന്നത്. കാരണം ഈ ഭേദഗതി കൊണ്ട് മുനമ്പത്തിന് പരിഹാരം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള വിഷയം, അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോ ഇത് ഏറിയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ്. അതായത് ആദ്യമായിട്ട് ഇത് ജനങ്ങളെ അറിയിച്ച ചാനൽ ജനം TV ആണല്ലോ. 23-ാം തീയതി തന്നെ അവര് അരമണിക്കൂർ ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാം, അതായത് മറുപടി എന്ന്, അവിടെ ഞാൻ കാരണം സഹിതം വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് പരിഹാരം കിട്ടുന്നതെന്ന് ഇന്ന് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു. എന്നിട്ടും ആരും ഇതുവരെയും അനങ്ങിയിട്ടില്ല. എന്നാൽ ഇന്നലെ ഈ വഖഫ് ഭേദഗതി പാർലമെന്റിൽ പാസാക്കിയതിനു ശേഷം ഇന്ന് എന്നെ ബന്ധപ്പെടുന്നത് BJPയുടെ ടോപ്പ് ലെവൽ നേതാക്കളാണ്. അതായത് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു, എങ്ങനെയാണ് പരിഹാരം? അപ്പൊ ഞാൻ അത് വിശദമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും, മെറ്റീരിയൽസ് അയച്ചു കൊടുക്കും. അപ്പൊ സ്ലോലി ഈ കാര്യത്തിലേക്ക്, ഈ വിഷയത്തിലേക്ക് ആൾക്കാർ കടന്നു വന്നു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മുനമ്പത്തിന് ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ എന്തെങ്കിലും പരിഹാരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. ആദ്യമായിട്ട് മുനമ്പം ജനത താങ്ക്സ് പറയേണ്ടത് ദൈവത്തിനോടാണ്. കാരണം ഈ ഓഗസ്റ്റ് മാസം 8-ാം തീയതി കൊണ്ടുവന്ന നിയമം അന്ന് തന്നെ പാർലമെന്റ് പാസാക്കിയിരുന്നു എങ്കിൽ മുനമ്പംകാർക്ക് യാതൊരു വിധത്തിലുള്ള പരിഹാരവും ലഭിക്കില്ലായിരുന്നു. അപ്പോൾ അവർ ആദ്യം നന്ദി പറയേണ്ടത് ദൈവത്തിനോടാണ്. കാരണം ഇത് JPCയിലേക്ക് അയക്കപ്പെട്ടു. അവിടെ ഒരു പ്രത്യേക വിഷയം ചർച്ച ചെയ്യപ്പെടുകയുണ്ട്. അതായത് ഈ മഹാരാഷ്ട്രയിലുള്ള ബോറ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഉപമത വിഭാഗം, അതായത് അതൊരു റിലീജിയസ് ഡിനോമിനേഷനാണ്. ഡിനോമിനേഷൻ എന്ന് പറയുന്നത് ഓരോ മതത്തിന്റെയും പിന്നെ മൈനോറിറ്റി അല്ല, നമ്മുടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ വിഭാഗങ്ങളുടെയും അടിയിൽ ചില പ്രത്യേകത രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്നെ ഫോളോ ചെയ്യുന്ന മതവിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ആർട്ടിക്കിൾ 26. അപ്പോൾ അവർ കാലാകാലങ്ങളിലായി ചെയ്തു വന്നിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഖഫ് ഉണ്ടാക്കുന്നതിന് പകരം അവർ പബ്ലിക് ട്രസ്റ്റുകളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 1995 വരെ അവർക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം 95-ലെ പുതിയ ആക്ട് വന്നപ്പോഴാണ് ഈ സൊസൈറ്റികളെയും ട്രസ്റ്റുകളെയും ഒക്കെ വഖഫ് ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരാം എന്നുള്ള ഒരു നിയമം വന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയാചാര്യം, ലോക വ്യാപകമായി തന്നെ അവരുടെ ആത്മീയാചാര്യം എന്ന് പറയുന്നത് അൽ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു ആത്മീയ ആചാരമാണ്. അവർക്കുള്ള എല്ലാ വസ്തുക്കളും അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. അപ്പൊ അദ്ദേഹം ഇതൊക്കെ വസ്തുക്കളെ, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഈ വസ്തുക്കള് ഒരു മാനേജർ വെച്ചിട്ടാണ് പിന്നെ ഇത് കൈകാര്യം ചെയ്തു വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ മതപരമായ കാര്യങ്ങളിൽ ബാഹ്യശക്തികൾ
ഇത് സർക്കാർ ആണെങ്കിൽ പോലും ഇടപെടുന്നത് ഞങ്ങളുടെ മതനിന്ദയ്ക്ക് കാരണമാകും, ഞങ്ങൾക്കത് ആത്മഹത്യാപരമാകും, അതുകൊണ്ട് ഞങ്ങൾ ഈ വഖഫ് ആക്ടിന്റെ വെളിയിൽ ഈ പരിധിക്ക് പുറത്താക്കി തരണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് JPC മെയിൻലി ഇവർക്ക് വേണ്ടിയിട്ടാണ് ഒരു പരിഷ്കാരം ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 2 കൊണ്ടുവരാൻ തീരുമാനിച്ചത്. നേരത്തെ കൊണ്ടുവന്നിരുന്ന ബില്ലിൽ ഈ സെക്ഷൻ 2 അമെന്റ് ചെയ്യാനുള്ള യാതൊരു നിർദ്ദേശവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് വഖഫ് ആക്ട് ബാധകം അല്ലാത്തത് എന്നാണ്. അപ്പൊ നേരത്തെ തന്നെ അവിടെ ഒരു അജ്മീറിലെ ദർഗയ്ക്ക് വഖഫ് ആക്ട് ബാധകമല്ല, കാരണം അവർ മറ്റൊരു ആക്ടിന് അടിയിലാണ് അത് ഫംഗ്ഷൻ ചെയ്തത്. ഇങ്ങനെ ഒരു എക്സംഷൻ ആ ദർഗയ്ക്ക് മാത്രം കൊടുത്തിരുന്നു. അപ്പൊ പുതിയ ഒരു ഭേദഗതി അവിടെ കൊണ്ടുവന്നിട്ട് ഈ ബോറ കമ്മ്യൂണിറ്റിയെ കൂടി ഈ വഖഫ് ആക്ടിന്റെ പരിധിയുടെ പുറത്താക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ബോറയ്ക്ക് വേണ്ടി മാത്രം അത് കൊണ്ടുവരാൻ പറ്റത്തില്ല. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ. അപ്പൊ പലരും പറയും ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അവഗണിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ജനറൽ ആയിട്ടുള്ള ഒരു മാറ്റം ആണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാൻ ഇത് വായിക്കാം, എന്താണ് മാറ്റം വരാൻ പോകുന്നത്. ബിക്കോസ് ഇത് ഇന്ന് പ്രതിപക്ഷ നേതാവും ഹൈബി ഈഡനും ഒക്കെ ഇതിനെ മിസ് ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടെന്ന് തന്നെ അവരുടെ ശ്രദ്ധയിൽ പോലും പെടുന്നത്. അപ്പോൾ ഈ മുൻപത്തെ ജനതയ്ക്ക് ഇപ്പോൾ ഇതുകൊണ്ടൊരു പരിഹാരം ഉണ്ടാവൂല എന്ന് തെളിയിക്കേണ്ട ഒരു ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് BJPക്ക് പോകും. അപ്പൊ എങ്ങനെയെങ്കിലും ഈ പരിഷ്കരണം കൊണ്ട് മുനമ്പൻ ജനതയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഉപയോഗവും ഉണ്ടാകില്ല എന്ന് എങ്ങനെയെങ്കിലും സമർത്ഥിക്കാൻ വേണ്ടി പെടുകയാണ് ഈ VD സതീശൻ എന്ന് പറയുന്ന ആൾ. അപ്പൊ ഒരിക്കൽ അദ്ദേഹം മുനമ്പത്ത് വന്നിട്ട് ഒരു പ്രസംഗം നടത്തി എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ വഖഫ് പഠിച്ചിട്ടുണ്ടോ. ശരി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു വിഡ്ഢിതനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 40 മാറ്റുന്നത്? മാറ്റേണ്ടിയിരുന്നത് സെക്ഷൻ 53 അല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. 53 എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിക്ക് കുറച്ച് വഖഫ് വാങ്ങി എങ്കിൽ അവർ വഖഫ് ബോർഡിന്റെ പ്രിയർ പെർമിഷൻ എടുത്തിരിക്കണം എന്നാണ് 53 പറയുന്നത്. അപ്പോൾ ഈ 53 ആയിരുന്നു മാറ്റേണ്ടിയിരുന്നത്, സെക്ഷൻ 40 അല്ല എന്ന് വിളിച്ചു പറഞ്ഞ ഒരു വഖഫ് ആക്ടിനെ സംബന്ധിച്ചോളം വിളിച്ചു പറഞ്ഞ ഒരു വിഡ്ഢിയാണ് ഈ VD സതീശൻ. അദ്ദേഹം ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഈ അമെന്റ്മെന്റ് കൊണ്ട് മുനമ്പൻകാർക്ക് യാതൊരു വിധത്തിലുള്ള പരിഹാരവും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് വായിക്കുന്നത്. അതായത് പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് നത്തിങ് ഇൻ ദിസ് ആക്ട് ഷാൽ notwithstanding any judgment, decree or order of any court apply to a trust by whatever name called established before or after the commencement of this act or statutorily regulated by any statutory provision pertaining to public charities by a Muslim for purposes similar to a waqf under any law for the time being in force എന്നാണ് വരാൻ പോകുന്ന ഈ അമെന്റ്മെന്റ്. പുതിയ നിയമത്തിന്റെ സെക്ഷൻ 2 ഇങ്ങനെ കാണാം. അപ്പോ ഇത് എങ്ങനെ മുനമ്പത്തിന് ബാധകമാക്കാതിരിക്കാം എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ കോൺഗ്രസ് വന്നിട്ട് റിസർച്ച് നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പോ ഈ സെന്റൻസിലെ സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബൈ എ മുസ്ലിം. ഒരു മുസ്ലിമാണ് ഇതിലെ സബ്ജക്ട്, കർത്താവ്. മനസ്സിലായില്ലേ? എന്താണ് ഇതിന്റെ അർത്ഥം? അതായത് ഞാൻ വായിച്ച് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് എങ്കിൽ ഈ ആക്ട് നിലവിൽ വരുന്നതിനോ അതിനുശേഷം, അതായത് റെട്രോസ്പെക്റ്റീവ് എഫക്ട് അവിടെ വരികയാണ്. ഈ ആക്ട് നിലവിൽ വരുന്നതിനോ മുമ്പോ ശേഷമോ ഏതെങ്കിലും ഒരു മുസ്ലിം ഈ വഖഫ് ഉണ്ടാക്കുന്ന സമയത്ത് ചില പർപ്പസ് ഉണ്ട്, പയസ്, റിലീജിയസ്, ചാരിറ്റബിൾ എന്നീ പർപ്പസുകളാണ്. അപ്പോ ഏതെങ്കിലും ഒരു മുസ്ലിം അത്തരം ഒരു വഖഫിന്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വസ്തു ദാനം കൊടുത്തത് ഒരു ട്രസ്റ്റിന്റെ രൂപത്തിൽ, ട്രസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അത് ട്രസ്റ്റ് ആക്ടിന്റെ അടിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആണോ? അല്ലാത്ത പക്ഷം സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്റഡ് ബൈ എനി സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ, ഏതെങ്കിലും ഒരു ചട്ടം, അതായത് ഇപ്പൊ വഖഫ് ആക്ട് ഒരു ചട്ടമാണ്, സ്റ്റാറ്റ്യൂട്ടാണ്. ഇപ്പോ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഓഫ് 1860 അതും ഒരു ചട്ടമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചട്ടത്തിന്റെ അടിയിൽ ആ ചട്ടങ്ങളാൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ബോഡിക്കാണ് എങ്കിലോ
വഖഫ് ആക്ടിന്റെ സെക്ഷനുകൾ അതിന് അത്തരം വസ്തുതകൾക്ക് ബാധകം ആയിരിക്കില്ല എന്നാണ് ഇതിൽ വരാൻ പോകുന്ന മാറ്റം. അപ്പോൾ മുൻകാല പ്രാബല്യമുണ്ട് അല്ലെ? ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട്. അപ്പൊ ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പോ പിമ്പോ, അപ്പോ റെട്രോസ്പെക്റ്റീവ് ഒക്കെ അവിടെ വന്നു കഴിഞ്ഞു. മൊത്തത്തിൽ ഈ ആക്ടിന് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല എങ്കിലും സെക്ഷൻ 2 രണ്ടാമത്തെ വരാൻ പോകുന്ന ഈ നിർദ്ദേശത്തിന് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുക. അപ്പോ ഇനി നമുക്ക് ഫാക്ച്വൽ കാര്യത്തിലേക്ക് വരാം. എന്താണ് മുനമ്പം? മുനമ്പത്തിനെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. ഇനി നമുക്ക് മുനമ്പം വിഷയത്തിന് പകരം ഫറൂഖ് കോളേജ് വിഷയം എന്ന് സംസാരിക്കാം. ഇപ്പോൾ 1950 നവംബർ മാസം 1-ാം തീയതി സിദ്ദിഖ് സെട്ടു എന്ന് പറയുന്ന മുസ്ലിം, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്യുക. ബൈ എ മുസ്ലിം, സിദ്ദിഖ് സെട്ടു വാസ് എ മുസ്ലിം. മതപരമായ ഒരു വഖഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, അതായത് ഇപ്പൊ വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ സമിതിയൊക്കെ പറയുന്നത് ഈ സിദ്ദിഖ് സെട്ടു വഖഫ് ഉണ്ടാക്കിയെന്നാണ് അല്ലേ? സിദ്ദിഖ് സെട്ടു വഖഫ് ഉണ്ടാക്കിയെന്നാണ് ഈ നിമിഷം വരെ അവന്റെ വാദം. അപ്പോ സിദ്ദിഖ് സെട്ടുവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇറ്റ് വാസ് സിമിലർ ടു എ വഖഫ്. അതിനാർക്കും ഇനി സംശയമില്ല, തർക്കത്തിന്റെ ആവശ്യം ഇല്ല. അപ്പോ എങ്ങനെയാണ് ചെയ്തത്? ഒരു ട്രസ്റ്റ് ആയിട്ടാണോ അദ്ദേഹം ചെയ്തത്? ഒരു സൊസൈറ്റി ഏതെങ്കിലും ഈ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റത്തിനാണോ കൊടുത്തത്? അപ്പോൾ നമ്മൾ ഈ അന്നത്തെ പ്രമാണം വായിക്കുകയാണ് എങ്കിൽ, സിദ്ദിഖ് സെട്ടുവിന്റെ പ്രമാണം വായിക്കുകയാണെങ്കിൽ അതിൽ മൂന്നാമത്തെ വരി തുടങ്ങുന്നത് ഇന്ത്യൻ സർക്കാർ വക 1861 21-ാം നമ്പർ ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിനടിയിൽ രജിസ്റ്റർ ചെയ്ത് പിന്നെ മലബാർ സംസ്ഥാനത്ത് ഏറനാട് താലൂക്കിൽ ഫറൂഖ് ദേശത്ത് പിന്നെ എന്തോ ഒരു അംശം, നമ്മുടെ ആ വാക്ക് ഞാൻ പറഞ്ഞു, അംശത്ത് ഓഫീസ് സ്ഥാപിച്ചു പ്രവർത്തിച്ചു വരുന്ന ഫറൂഖ് കോളേജ് എന്നാണ് ആ പ്രമാണത്തിൽ തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പോ ഇതൊരു സൊസൈറ്റി ആണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. 1860 ആക്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ട് ആണ്. അത് 1960 അമൻഡ് ചെയ്യപ്പെട്ടു. ഇപ്പോഴും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലവിലുള്ള ഒരു നിയമമാണ് ഈ 1960. നേരത്തെ ഇത് 1860 ഇപ്പൊ 1960 ഈ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട്. അപ്പൊ ഇവിടെ വരുമ്പോ 3 ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യപ്പെടുക. അതായത് സിദ്ദിഖ് സെട്ടു മുസ്ലിമാണ്, പർപ്പസ് ഒരു വഖഫിന് അതിൻ്റെതായ രീതിയിലുള്ള ലക്ഷ്യങ്ങളായിരുന്നു, കൊടുത്തത് ഒരു സൊസൈറ്റിക്കായിരുന്നു, ആ സൊസൈറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ചട്ടങ്ങളെ പ്രകാരം നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥാപനം ആയിരുന്നു. അതുകൊണ്ട് ഇനി നമ്മൾക്ക് അടുത്തായിട്ട് പിന്നെ അതുകൂടാതെ ഇത് അഥവാ ഈ മുനമ്പം എന്ന് പറയുന്നത് ഇനി സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട് ഒരു വഖഫാണെങ്കിൽ പോലും, നോട്ട് വിസ്റ്റാൻഡിങ് എനി ജഡ്ജ്മെന്റ് ഡിഗ്രി ഓർ ഓർഡർ ഓഫ് എനി കോർട്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഇവൻ സുപ്രീം കോടതി തന്നെ ഇതിനകം മുനമ്പം ഒരു വഖഫാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും സിദ്ദിഖ് സെട്ടു ഒരു വഖഫ് ഉണ്ടാക്കേണ്ട ലക്ഷ്യത്തിന് വേണ്ടി കൊടുത്തത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഈ ഒരു സൊസൈറ്റിയായ ഫറൂഖ് കോളേജിന് ആണെങ്കിൽ ഈ വഖഫ് ബോർഡിന് അതിന്മേൽ ക്ലെയിം ഉന്നയിക്കാൻ സാധ്യമല്ല, മറ്റൊരു അർത്ഥം. അപ്പോ ഈ ഫാക്ച്വൽ സിറ്റുവേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ മാത്രമേ ഇത് വായിച്ചാൽ ഒരു വ്യക്തിക്ക് ഇത് പരിഹാരം കണ്ടെത്താൻ കഴിയും. അല്ലാതെ ഈ വഖഫ് ആക്ട് നോക്കാതെ ഈ കുടുംബത്തിന്റെ ചരിത്രം പഠിക്കാതെയും ഈ 1971 ഫറൂഖ് കോടതിയിലെ വിധി വായിക്കാതെയും ഹൈക്കോടതി വിധി വായിക്കാതെയും ഇങ്ങനെ മൈക്കിന്റെ മുമ്പ് വന്നിട്ട് ഈ രാഷ്ട്രീയക്കാർ വിളിച്ചു പറയുന്ന കാര്യത്തിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇന്നിപ്പോ ഒരുപക്ഷെ നമ്മുടെ രാജ്യസഭയിലും ഈ നിയമം പാസ്സാക്കപ്പെടും, പിന്നെ അടുത്തത് പ്രസിഡന്റ് ഒപ്പിടണം. ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് സ്പീഡ് കാണുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരാഴ്ചക്കകം തന്നെ ഇതിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരും എന്നാണ് എന്റെ വിശ്വാസം. ആ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ തന്നെ മുൻപത്തെ ജനങ്ങളോട് പറയുന്നത് നിങ്ങളൊരു മാസ് ആയിട്ട് ഒപ്പ് ശേഖരണം നടത്തണം. അവിടെയുള്ള 60 കുടുംബങ്ങളിലെയും എല്ലാ അംഗങ്ങളും ഒപ്പ് ഇട്ട് വയ്ക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു നിവേദനം എഴുതി
ഈ ഇതുവരെയുള്ള ബന്ധപ്പെട്ട ഇത് ഫറൂഖ് കോളേജ് ഒരു സൊസൈറ്റി ആണെന്ന് കാണിക്കുന്ന രേഖയൊക്കെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അവരുടെ വയലേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുക. ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ വരുത്തിയിരിക്കുന്ന 2ാമത്തെ സെക്ഷനിലെ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന കാരണങ്ങളാൽ വഖഫ് ബോർഡിന് ഫറൂഖ് കോളേജിൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഫറൂഖ് കോളേജിൽ അവരുടെ വസ്തു അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യും. ഞങ്ങൾ കാശ് കൊടുത്ത്, ഞങ്ങൾ കഷ്ടപ്പെട്ട കാശ് കൊടുത്ത് ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന സൊസൈറ്റിയിൽ നിന്നുമാണ് വസ്തു വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെടാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കേരളത്തിലെ, ഞാൻ തുറന്നുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന മനുഷ്യന്, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിൽ ദുഃഖമാണ്. ഈ ആൾക്കാർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഒരു സൂചിക്കുന്ന ഒരു വർഗമാണ്. അങ്ങനെ ആയിപ്പോയി നമ്മുടെ ഇപ്പോഴത്തെ കേരളം. കൊടുത്തു കഴിഞ്ഞാൽ പോലും ഇവിടെയുള്ള LDF-ഉം ഇവിടുത്തെ UDF-നും ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. അന്നും അവർ മുസ്ലിങ്ങളുടെ പിറകെ അവരുടെ വോട്ടും തേടി അവരുടെ പുറകെ ആയിരിക്കും നടക്കാൻ പോവുക. അപ്പൊ നമ്മൾ നിവേദനം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഉടനടി തന്നെ ഒരു മുഖ്യമന്ത്രിനെ അങ്ങനെ തീരുമാനിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഉടനടി തന്നെ ഒരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ അവസ്ഥയിൽ അവർ ചെയ്യേണ്ടത് ഹൈക്കോടതിയിൽ പോയിട്ട് റിട്ട് ഫയൽ ചെയ്തിട്ട് അവർക്ക് പരിഹാരം തേടുക എന്നുള്ളതാണ്. വളരെ വ്യക്തവും ഭംഗിയായിട്ട് അങ്ങത് അവതരിപ്പിച്ചു. ഈ പലരും പ്രചരിപ്പിക്കുന്ന കുപ്രചരണങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിൽ തന്നെയാണ്. ഒരടിസ്ഥാനമില്ലാത്ത രക്ഷപ്പെടുന്നത് അവർക്ക് ആർക്കും ഇഷ്ടമല്ല. ഓക്കെ വളരെ ഭംഗിയായിട്ട് അങ്ങ് അവതരിപ്പിച്ചു. ദയവായി അങ്ങ് തുടരുക. ശ്രീ അഖിൽ വർഗീസ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 1912 എനിക്ക് തോന്നുന്നു വെറും ഒരു 2 ഗ്രാമങ്ങളിൽ നിന്നും ആരംഭിച്ച ആ ഒരു വഖഫ് സ്വത്ത് 2025 എത്തി നിൽക്കുമ്പോൾ 39 ലക്ഷം ഏക്കറിലേക്ക് അത് വന്ന് നിൽക്കുന്നു. ഈ 2013 UPA ഗവൺമെന്റ് കൊണ്ടുവന്ന വഖഫ് ഒരു ഭേദഗതി, അതിനുശേഷം 2025 വരെയുള്ള കണക്കെടുത്ത് നാം നോക്കുമ്പോൾ 21 ലക്ഷം ഏക്കറോളം സ്വത്തുക്കളാണ് വഖഫിന്റെ പേരിലേക്ക് എഴുതി ചേർക്കപ്പെട്ടത്. അതിന്റെ ഒരു തീവ്രത നാം മനസ്സിലാക്കണമെങ്കിൽ 1913 മുതൽ 2023 വരെ വെറും 18 ലക്ഷം ഏക്കർ സ്വത്താണ് വഖഫിന്റെ പേരിൽ എഴുതി ചേർക്കപ്പെട്ടത് എന്നൊരു കാര്യം കൂടി നാം ഓർക്കുക. ഇത്രയധികം സ്വത്തിന് അത് കൈവശപ്പെടുത്തിയിരിക്കുന്ന ഒരു വഖഫിന് കടിഞ്ഞാണിടുന്ന ഈ ഒരു ബില്ല്, പ്രത്യേകിച്ച് ഒരു മതസ്വഭാവമുള്ള അത്തരത്തിലുള്ള ഒരു നിയമം നിയന്ത്രിക്കുന്ന വഖഫിന് കടിഞ്ഞാണിടുന്ന ഈ ഒരു വഖഫ് ഭേദഗതി ബില്ലിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ എതിർത്തത്? ഈ ചർച്ചകളൊക്കെ നാം കണ്ടപ്പോൾ ഈ 2-ാം തീയതി 3-ാം തീയതി ആയിട്ടൊക്കെ നാം കണ്ട ആ ഒരു ചർച്ചകൾ ചിലരുടെ ഒക്കെ ഒരു പൊയ്മുഖം അഴിഞ്ഞു വീഴാൻ ഇടയായിട്ടില്ലേ ശ്രീ അഖിൽ വർഗീസ്? അതെ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനു മുമ്പായിട്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആർട്ടിക്കിൾ 370 കുറിച്ച് നമുക്ക് ഓർമ്മയുള്ളതാണ്. കാരണം 70 വർഷത്തിന് മുമ്പ് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി വിഭാവനം ചെയ്ത ഒരു ആർട്ടിക്കിൾ 370 നമുക്ക് നമ്മുടെ മുന്നിലുള്ളതാണ്. കാരണം കാശ്മീർ പോലൊരു സംസ്ഥാനത്തെ അത് ഒരു പ്രത്യേക പദവി നൽകിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി വിഭാവനം ചെയ്ത ഒരു ആർട്ടിക്കിൾ 370 നമുക്ക് ഈ രാജ്യത്ത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ കാശ്മീരി പണ്ഡിറ്റുകളെ ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന കാശ്മീരി പണ്ഡിറ്റുകളെ കൂട്ടക്കൊല ചെയ്യുകയും അതുപോലെ തന്നെ അവരെ ആ പ്രദേശത്ത് നിന്ന് അവരുടെ ജന്മസ്ഥലത്ത് നിന്ന് അടിച്ചിറക്കി വിടുകയും ചെയ്ത ഒരു സാഹചര്യം. ഇത് കഴിഞ്ഞ ഏതാനും 2019 അത് 2ാം BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഈ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയത്. അപ്പം തന്നെ നമുക്കറിയാം അതിനോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മുത്തലാഖ് എന്ന് പറഞ്ഞ ഒരു നിയമം. മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാത്ത ചില നിയമങ്ങൾ, ട്രിപ്പിൾ തലാഖ് നമ്മുടെ രാജ്യത്ത് എന്തിനാണ് അടിച്ചേൽപ്പിച്ചു വെച്ചിരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പൗരത്വ നിയമം വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തന്നെ ആളുകൾ, നമ്മുടെ ഈ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്ന ആളുകൾ വലിയ രീതിയിലുള്ള കലാപങ്ങളും കാര്യങ്ങളും ഈ രാജ്യത്ത് സൃഷ്ടിക്കാനുള്ള ശ്രമം ഉണ്ടായി. ഈ ചില കാര്യങ്ങളെല്ലാം നമ്മൾ കൂട്ടിയോജിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ വഖഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രതിപക്ഷമാണ് ഈ രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ആളുകൾ തന്നെയായിരുന്നു കഴിഞ്ഞ 60 വർഷത്തോളം ഈ രാജ്യം ഭരിച്ചിരുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്.
അപ്പോൾ തന്നെ നമ്മൾ ഈ വഖഫ് വിഷയം നമ്മൾ വീണ്ടും ഈ പുതിയ ബില്ല് നമുക്ക് ഈ രാജ്യത്ത് കൊണ്ടുവരുന്ന അവസ്ഥയിൽ കേരളത്തിൽ നിന്നുള്ള 19 എംപിമാരും ഇതിനെതിരെയാണ് പ്രതികരിച്ചത്. അതിനൊക്കെ കാരണം ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. അവരെ എന്തിനെയൊക്കെയോ ഭയക്കുന്നു, ചില ആളുകളെ ഭയക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ അമൽ സരീഖ്, ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ വഖഫ് ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ നടന്ന ചർച്ചകളെ ഒരു മതേതരത്വ പരീക്ഷ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷെ അതിൻ്റെ റിസൾട്ട് വന്ന് കഴിയുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൽ നിന്നുള്ള ഈ 19 എംപിമാരും ഈ മതേതരത്വ പരീക്ഷയിൽ തോറ്റ് തുന്നം പാടേണ്ട ഒരു ദാരുണമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നത്? ശ്രീ അമൽ സരീഖ്. തീർച്ചയായിട്ടും കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇതിനുള്ള സൂചനകളെല്ലാം നമ്മൾ കാണുന്നതാണ്, വ്യക്തവുമാണ്. ഇനിയുള്ള നാളുകളിലും ഇതിലും ഭീകരമായിരിക്കും ഇവിടുത്തെ മതേതരത്വ ഭാവത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുക എന്നുള്ളത്. അതായത് പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ നല്ലൊരു എന്താ പറയുക പ്രഭാവ നിലയമായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് പോയത്. പക്ഷെ ആ പോയ അംഗങ്ങളില് ക്രൈസ്തവരും ഉണ്ടായിരുന്നു. ആ ക്രൈസ്തവര് പോലും നിന്നത് അവരുടെ സമുദായത്തിന് വേണ്ടിയല്ല. ഇന്നാണെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഒരു എഴുതിയിട്ടിട്ടുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ടത്. അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഈ മുസ്ലിം പ്രതിനിധിയായിട്ടുള്ള ഷാഫി അതിനകത്ത് സംസാരിക്കത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മുസ്ലിം പ്രതിനിധിയായിട്ട് കോൺഗ്രസിന്റെ ലേബലിൽ പോയവനാണ് ഷാഫി, എന്നിട്ട് അവൻ സംസാരിച്ചില്ല എന്ന രീതിയിലേക്കാണ് അദ്ദേഹം അവിടെ വ്യക്തമാക്കുന്നത്. അതേസമയം ക്രിസ്ത്യൻ പ്രതിനിധിയായിട്ടും ക്രിസ്ത്യാനികളുടെ ഒരു പ്രതിനിധി എന്ന രീതിയിലേക്ക് കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്ന് അവിടുന്ന് പിന്നെ ഈ ഒരു MP സ്ഥാനത്തേക്ക് കരയേറിയവര് ഒരാൾ പോലും ക്രിസ്ത്യാനിക്ക് വേണ്ടി അവിടെ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ലെന്നുള്ളതാണ് വേദനാജനകവും. മാത്രവുമല്ല, ആ പാവപ്പെട്ട ക്രൈസ്തവ ജനങ്ങളായി കിടക്കുന്ന മുനമ്പൻ ജനതയ്ക്ക് വേണ്ടി ഒരു വാക്കുപോലും ഉരിയാടാതെ അവരെ പുറന്തള്ളുന്ന സമീപനത്തിലേക്കുള്ള പ്രസ്താവനകളും ഇറക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഞാൻ ഇന്നലെ രാത്രി കുറച്ചൊക്കെ ആയിട്ട് പല ഭാഗങ്ങളായിട്ട് രാത്രി ഈ പാസ്സാകുന്നവരെയും പാസ്സാക്കിയതിനു ശേഷം വരെ ഞാനിത് കണ്ടുകൊണ്ടിരുന്നതാണ്. ആ സമയത്താണ് ഹൈബീഡന്റെ പ്രസ്താവനകളും അതോടൊപ്പം തന്നെ രാധാകൃഷ്ണൻ സാറിന്റെ പ്രസ്താവനകള്, അതോടൊപ്പം തന്നെ നമ്മുടെ സുരേഷ് ഗോപി ആകട്ടെ, ജോർജ് കുര്യൻ ആകട്ടെ, അങ്ങനെ പലരും അവരെയൊക്കെ പറയുന്നില്ല ശ്രദ്ധിച്ചു. അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നി ഈ ക്രിസ്ത്യൻ MPമാരൊക്കെ ഈ രാധാകൃഷ്ണന് കൊണ്ട് പേപ്പർ കൊടുത്തിട്ട് രാധാകൃഷ്ണനോട് പറയിപ്പിക്കുകയും മാത്രമല്ല ചില ഭേദഗതി നിർദ്ദേശങ്ങളൊക്കെ രാധാകൃഷ്ണന്റെ പേരിൽ അധികമായി വന്നത് കണ്ടപ്പോൾ ഞാൻ അടുത്ത് അത് മിക്കവാറും രാധാകൃഷ്ണന്റെ പേരിൽ അല്ലായിരിക്കും, ചില ക്രിസ്ത്യൻ MPമാർ അവിടെ പൊതുവായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് അവരവിടെ കൊടുത്തതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, തോന്നുന്നത്. എന്റെ ദൃഷ്ടിയിൽ അങ്ങനെയാണ് കണ്ടത്. അപ്പൊ അതായത് ഒളിഞ്ഞും തെളിഞ്ഞുമായിട്ട് ഈ മുനമ്പത്തെ ക്രൈസ്തവർക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു ക്രൈസ്തവർ അനുഭവിക്കുന്ന ദുരിതത്തിനെതിരെ അവിടെ പാർലമെന്റിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ ദുരിതം കാണാതെ അതിനെ മറച്ചുകൊണ്ട് സംസാരിക്കുന്ന കുറെ ക്രിസ്ത്യൻ പ്രതിനിധികള് തെളിഞ്ഞും ഒളിഞ്ഞും ഒക്കെ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മളവിടെ കണ്ടു. അവരൊക്കെ ആരും തന്നെ ഈ മുനമ്പ ജനതയ്ക്ക് വേണ്ടി സംസാരിച്ചില്ല അവിടെ. എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ BJPയുടെ അംഗങ്ങൾ അവിടെ മുനമ്പൻ ജനതയെ പരാമർശിച്ചുകൊണ്ട് പല പ്രസ്താവനകൾ ഇറക്കി. അതിനുശേഷം ഹൈബീഡന്റെ ഒരു മറുപടി പ്രസംഗത്തിലും അദ്ദേഹം പ്രസ്താവിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, മുനമ്പൻ ജനത എന്ന് പറയുന്നത് എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പെട്ട ജനതയാണ്, അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം എനിക്കറിയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഈ വഖഫ് ഭേദഗതി കൊണ്ട് അവർക്ക് എന്താ പറയുക നീതി ലഭിക്കുമോ, അവർക്ക് അവരുടെ നമ്മുടെ കരമടയ്ക്കാനായിട്ടുള്ള ആ ഒരു അധികാരം അല്ലെങ്കിൽ അനുവാദം അവർക്ക് ലഭ്യമാകുമോ എന്നൊക്കെ രീതിയിലേക്ക് അദ്ദേഹം റവന്യൂ അധികാരം കിട്ടുമോ എന്ന രീതിയിലേക്ക് അദ്ദേഹം ചോദിക്കുകയാണ്. പക്ഷെ അതേസമയം അദ്ദേഹം ചോദിക്കേണ്ടത് എന്തായിരുന്നു, അവർക്ക് റവന്യൂ അധികാരം ലഭിക്കത്തക്ക വിധത്തില് ഇന്ന ഭേദഗതിയും കൂടെ ഈ ഒരു വഖഫ് ഭേദഗതി ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു അദ്ദേഹം ചോദിക്കേണ്ടത്. അവർക്ക് റവന്യൂ അധികാരം കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ഭേദഗതി കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം പറയുന്നതിന് പകരം അദ്ദേഹം പറയുന്നത് അവർക്ക് ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ച് ചുമ്മാ ഒരു എന്താ പറഞ്ഞ വെള്ളത്തിൽ ചുമ്മാ വരയിടുന്ന പോലെ പറഞ്ഞു പോകുന്നത് മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അതിനുശേഷം നമ്മുടെ ജോർജ് കുര്യന്റെ ഒരു മറുപടി നമ്മൾ കണ്ടതാണ്. അതിനകത്ത് കൃത്യമായിട്ടും കോൺഗ്രസ് ഇവിടെ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളെ പറ്റി ഒക്കെ പറഞ്ഞപ്പോൾ അവർ കുറെ ബഹളം വെച്ചതല്ലാതെ അതിനകത്തൊരു മറുപടി അവരുടെ ഉണ്ടോന്ന് പോലും നമുക്ക് സംശയമാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ഇപ്പം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് ആണ് കൂടുതലായിട്ടും ഈ ഒരു വഖഫ് ബില്ലിനെ എതിർക്കുന്നതായിട്ട് ഒരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ് എന്ന പാർട്ടിയെ ഉണ്ടാക്കിയത് ആരാണ്? ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള A.O. ഹ്യൂം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒക്കെ നേതൃത്വത്തിൽ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു A.O. ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു നല്ലൊരു പങ്ക് അധ്വാനവും ഒക്കെ ചെലവഴിച്ച് ഉണ്ടാക്കിയ ഒരു പാർട്ടി. ആ പാർട്ടിയിലേക്ക് മഹാത്മാഗാന്ധിയെ കൊണ്ടുവരുന്നത് ആരാ? മഹാത്മാഗാന്ധിയുടെ ഒക്കെ ഉറ്റ സുഹൃത്തായിട്ടുള്ള CF ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു ആംഗ്ലിക്കൻ വൈദികനാണ്.
അദ്ദേഹമാണ് സൗത്ത് ആഫ്രിക്കയിൽ കിടന്ന ഗാന്ധിജിയെ പിടിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യ പങ്കാളി നിരയിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന് അങ്ങനെ ഒരു ക്രൈസ്തവ എന്താ പറയുന്നത് വൈദികനാണ് ഇതുപോലെ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഗാന്ധിജിയെ കൃത്യമായി പ്രതിഷ്ഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? ഇന്ത്യൻ ഭരണഘടനയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്നത് ഒരു ബംഗാളി ക്രിസ്ത്യൻ ലീഡർ ആയിരുന്നു. മാത്രമല്ല പറയുവാണെങ്കിൽ, അതായത് നമ്മുടെ HC മുഖർജി, ഹരേന്ദ്ര കുമാർ മുഖർജി, അദ്ദേഹം നമ്മുടെ ഓൾ ഇന്ത്യ കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് അതിന്റെ പ്രസിഡന്റും കൂടിയായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗവും കൂടിയായിരുന്നു. അപ്പം അത്രമാത്രം ഒരു ക്രിസ്ത്യൻ തീഷ്ണതയിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാര് അങ്ങനെയൊക്കെ ഉള്ളവരാൽ രൂപപ്പെട്ട ഒരു കോൺഗ്രസും ഇന്ത്യൻ ഭരണഘടനയും ഒക്കെ ആയിരുന്നു നമ്മുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഒരു കോൺഗ്രസിനൊക്കെ മഹത്വവൽക്കരിച്ചിരുന്നത്. പക്ഷെ ശേഷം പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്രൈസ്തവ സമൂഹത്തെ പോലും തൃണവൽക്കരിക്കുന്ന രീതിയിലേക്കാണ് ഇവിടെയുള്ള കോൺഗ്രസിനൊക്കെ പ്രകടനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ക്രിസ്ത്യൻ പ്രതിനിധിയായിട്ട് പാർലമെന്റിലോ മറ്റോ ഒക്കെ എത്തുന്നത്. നേരത്തെ സംവരണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പണ്ടത്തെ ഒരു സംവരണം അവിടെ പ്രതിനിധികളുടെ സംവരണമായിരുന്നു. ഈ പ്രതിനിധികളുടെ സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കോൺസ്റ്റിറ്റ്യുവൻസികൾക്ക് സംവരണം കൊടുക്കുന്നു, അവിടുന്ന് ഇന്ന മതക്കാരെ അല്ലെങ്കിൽ ജാതിക്കാരെയൊക്കെ അവിടെ സംവരണത്തിലൂടെ കടന്നു വരുന്ന ഒരു അവസ്ഥ. അപ്പം ആ നിലയിൽ ഒരു ക്രിസ്ത്യൻ അംഗം പോകുന്നത് ഒരു ക്രിസ്ത്യൻ പ്രതിനിധിയായിട്ട് തന്നെയായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം അംഗം പോകുന്നത് മുസ്ലിം പ്രതിനിധിയായിട്ടായിരുന്നു. പക്ഷെ പിന്നീട് കാലങ്ങളായിട്ട് ഇതൊക്കെ കാര്യങ്ങളെല്ലാം മാറി. പക്ഷെ എന്നാൽ പോലും ഇന്നും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചോളം അവരുടെ ഒരു പ്രതിനിധി പോകുന്നത് മുസ്ലിം പ്രതിനിധി എന്ന രീതിയിലേക്കാണ് അവർ ലേബൽ ചെയ്യുകയും. മാത്രമല്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ ലോക്സഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളിൽ മുസ്ലിമിലെ ഒരു പ്രതിനിധി പോലും ഈ വഖഫ് ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അവരെല്ലാം അവരുടെ സമുദായത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അതേസമയം നമ്മുടെ സമുദായത്തിന് അംഗങ്ങളായിട്ടുള്ള ക്രൈസ്തവ സമുദായത്തിന് അംഗങ്ങളായിട്ടുള്ള ഒരു MP പോലും അവിടെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ പാവപ്പെട്ട ക്രൈസ്തവ മുഴുവൻ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ടോ അവർക്ക് നീതി ലഭിക്കാനുള്ള ഒരു ഭേദഗതി കൂടെ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഭേദഗതി കൊണ്ടൊന്നും തൃപ്തമാകുന്നില്ല, ഇതുകൊണ്ടൊന്നും നീതി കിട്ടുന്നില്ലെങ്കിൽ ഇന്ന ഭേദഗതിയോടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നല്ല ഇവർ പറയേണ്ടത്. അതുപോലും പറയാതെ പൂർണ്ണമായിട്ടും ഈ ബില്ലിനെ എതിർക്കുന്ന ഒരു സമീപനമാണ് നമ്മളവിടെ കണ്ടത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ വികലമായ ഒരു മതേതരത്വത്തെയാണ് കാണിക്കുന്നത്. അതായത് ഇതൊരു മതരാഷ്ട്രവാദത്തെ തന്നെയാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. അവിടെ ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ RSSകാർ ഹിന്ദുത്വ രാഷ്ട്രം എന്ന രീതിയിലേക്ക് ഒരു മതവാദം ഉയർത്തുന്നു എന്ന് പറയുന്ന ഈ കോൺഗ്രസ്സുകാർ തന്നെ ഒരു ഇസ്ലാമിക മതവാദമല്ലേ ഉയർത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യം അവർ നിൽക്കുന്നത് ഇസ്ലാം ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രമാണ്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വേണ്ടി നിൽക്കാത്തത്? അതൊരു വലിയ ചോദ്യചിഹ്നമല്ലേ? ഇവിടെ ക്രിസ്ത്യാനിസം ഇവിടെയുള്ള എന്താ പറയുന്നത്, ഇവിടെ നികുതി കൊടുത്ത് ഇവിടെ ജീവിക്കുന്ന അംഗങ്ങളല്ലേ, അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ സാന്നിധ്യം അറിയിച്ച അംഗങ്ങളല്ലേ? പക്ഷെ ഇത്രമാത്രം തൃണവൽക്കരിക്കപ്പെട്ടുകൊണ്ട്, അതായത് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചോളം CBCയെയും KCBCയെയും കൃത്യമായിട്ട് അവിടെ ഒരു പ്രസ്താവന ഇറക്കിയതാണ്. ഈ ഒരു വഖഫ് ബില്ലിൽ മുൻപൻ ജനതയുടെ ആകുലതയെല്ലാം ഉൾക്കൊണ്ട് തന്നെ ഈ വഖഫ് ബില്ലിൽ അനുകൂലമായ ഒരു നിലപാടുകൾ അവിടെയുള്ള MP-മാരെല്ലാം എടുക്കണമെന്ന് കൃത്യമായി CBCയും KCBCയും ഒക്കെ അവിടെ ഒരു പ്രസ്താവന ഇറക്കിയാണ്. ഒരു സമസ്ത പ്രസ്താവന ഇറക്കിയിരുന്നെങ്കിൽ ഏതെങ്കിലും ആൾക്കാര് ഈ സമസ്ത പറയുന്നതിനപ്പുറം പോവായിരുന്നോ? അല്ലെങ്കിൽ ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു നേതാവോ നേതൃത്വമോ ഒക്കെ പറയുന്നതിനപ്പുറം മുസ്ലിമിലെ ആരെങ്കിലും പോയോ? ഇപ്പോഴും അവർ പോയില്ല. അതേസമയം ഇവിടെ KCBC CBCയും പറഞ്ഞിട്ട് പോലും ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ അവിടെയുള്ള MP-മാരെല്ലാം കൃത്യമായിട്ടും നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലെ പാവപ്പെട്ട മുഴുവൻ ജനതയ്ക്കെതിരെയൊക്കെയുള്ള നിലപാടെടുക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. ഇനി ഈ ഒരു നിലപാടെടുത്തില്ലെങ്കിലും അവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനെങ്കിലും ഒന്ന് തയ്യാറാകണ്ടായിരുന്നു. അതുപോലും ചെയ്യാത്തൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് വളരെ ഒരു അപകടം പിടിച്ച മതരാഷ്ട്രവാദത്തിലേക്കാണ് ഈ നമ്മുടെ കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ തന്നെ ഇപ്പം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ സ്റ്റാലിൻ ദേവൻ, ഒരു കാര്യം കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ ഒരു നിയമം ഇപ്പോൾ ഓൾറെഡി ചില വാർത്തകൾ വന്നു, ഈ നിയമത്തിനെതിരെ DMK സുപ്രീം കോടതിയിൽ പോകും, ലീഗ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു, നിയമം പാസ്സായാലും ഇല്ലെങ്കിലും അതിനെതിരെ കോടതിയിൽ പോകും എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. മറ്റൊരു കാര്യം ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അല്ല, ഒരു സിമ്പിൾ ബില്ലാണ്. ഇനി മറ്റൊരു സർക്കാർ, ഒരുപക്ഷെ കോൺഗ്രസ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ ബില്ല് അത് പിൻവലിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടത്തെ നാം മുൻകൂട്ടി കാണണോ? ഇത് കോടതിയിൽ പോയാൽ ഏതെങ്കിലും തരത്തിൽ ചലഞ്ച് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടോ? ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ സ്റ്റാലിൻ. നമ്മുടെ സമൂഹത്തിലെ 99.99% ആൾക്കാരെ വിചാരിക്കുന്നത് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം ബോർഡ് ആണ് എന്നാണ്. എന്നാൽ ഈ വഖഫ് ബോർഡിന് മുസ്ലിം മതവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല എന്നും, ഇത് ആ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 13 പറയുന്നത് പോലെ
ഒരു ബോഡി കോർപ്പറേറ്റ് മാത്രമാണെന്നും, ബോഡി കോർപ്പറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1952 കമ്പനീസ് രജിസ്ട്രേഷൻ ആക്ടിനടിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനുള്ള ക്വാളിറ്റി ഉള്ള ഒരു എന്റിറ്റി മാത്രമാണ് ഈ വഖഫ് ബോർഡ് എന്നും അതിന് ഈ മതവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാന്ന് ഇതുവരെ തന്നെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അപ്പോ JPCയുടെ റിപ്പോർട്ടിൽ ഈ പറയുന്ന അതിന്റെ വിവരണത്തിന്റെ ഇടയ്ക്ക് അത്തരത്തിലുള്ള സർക്കാർ ഉത്തരവുകൾ കോടതി ഉത്തരവുകൾ റെഫർ ചെയ്തു. അതിലൊന്നാണ് 1993 സയ്യിദ് ഫസൽ പുക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു കേരളത്തിലെ വഖഫ് ബോർഡിന്റെ ചെയർമാൻ. അദ്ദേഹം കൊടുത്ത കേസിൽ അന്ന് 1993 മാർച്ച് മാസം 17 ഒരു ജഡ്ജിമെന്റ് ഹൈക്കോടതി പുറപ്പെടുവിച്ചു. അതിലാണ് പറഞ്ഞത് ഈ വഖഫ് ബോർഡിന് മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് ഒരു സെക്യുലർ ഗവൺമെന്റിന്റെ ഒരു കൈയാണ്, ഒരു ടൂളാണ്, ഒരു ജോലി ചെയ്യാനുള്ള ഉപകരണം മാത്രം ആണ്. അത് മുസ്ലിം വിശ്വാസികൾക്ക് അംഗത്വം നൽകാനുള്ള ഒരു സംവിധാനം അല്ല ഈ വഖഫ് ബോർഡ്. ഇതിന് ആർട്ടിക്കിൾ 26 ഒരു പരിരക്ഷയ്ക്കും അർഹതയില്ലാന്ന് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഈ നോൺ മുസ്ലിംസിനെ ഈ വഖഫ് ബോർഡിൽ കൊണ്ടുവരുന്നു എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നില്ലാതെ തോന്നുന്നു, അയ്യേ ഇത് ഈ വഖഫ് ബോർഡ് മുസ്ലിങ്ങളില്ലേ, അവിടെ കൊണ്ട് ഹിന്ദുക്കളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇത് ശരിയാണോ, ഇത് ദേവസ്വം ബോർഡിൽ ഇങ്ങനെ ചെയ്താൽ സമ്മതിക്കുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യം വരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് വിശദമായി പഠിച്ച ഒരു വ്യക്തിയാണ്. ഇതിലുള്ള ഒരു സെക്ഷൻ ഒരു കോടതിയിലും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ല. അഥവാ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ പോയാലും ഈ CAAയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഒരു സ്റ്റേ ഓർഡർ പോലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ അത് കാലാകാലം അവിടെ കിടക്കും. എന്നെങ്കിലും ആയാലും അവരുടെ ഈ പെറ്റീഷൻസ് എല്ലാം തള്ളിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഭയം ഈ മുനമ്പത്തുകാർക്ക് മാത്രമല്ല കേരളത്തിൽ ആർക്കും തന്നെ വേണ്ട ഒരു കാര്യമില്ല. അവർക്ക് കേസ് കൊടുക്കാം, പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രസ്റ്റീജ് സംരക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോയി സുപ്രീം കോടതിയിലെ കേസ് കൊടുക്കാൻ പറ്റും. പക്ഷേ അത് പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 13(2) ഭരണഘടനാ വിരുദ്ധമായ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ കേസ് കൊടുക്കാൻ പറ്റൂ. ഇതിലുള്ള ഒരു പ്രൊപ്പോസ്ഡ് അമെന്റ്മെന്റ്സും ഈ ഭരണഘടനാ വിരുദ്ധം അല്ല. ആർട്ടിക്കിൾ 13(2) പ്രകാരം ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം. മറ്റൊരു കാര്യം ശ്രീ അഖിൽ വർഗീസ്, നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു അജണ്ട അത് എത്രത്തോളം ആഴത്തിൽ നമ്മുടെ കേരളത്തിന്റെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മേഖലയെ ഗ്രസിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു വലിയൊരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയല്ലേ ഈ വഖഫ് ഭേദഗതി ബിൽ. കേരളത്തിൽ നിന്നും ജനങ്ങളുടെ, അതിൽ ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, നിരീശ്വരവാദികളുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും വോട്ട് വാങ്ങി ജയിച്ച് ലോക്സഭയിലെത്തിയ ഈ 19 MP-മാരും ഈ വഖഫ് ഭേദഗതി ബില്ലിൽ സ്വീകരിച്ച നിലപാട് ശ്രീ അഖിൽ വർഗീസ്. അതെ, കേരളത്തില് ജിഹാദിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നാം ആദ്യമൊക്കെ കണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, നമ്മൾ ആദ്യം സംസാരിച്ചിരുന്ന വിഷയങ്ങളായിരുന്നു ലവ് ജിഹാദ്, അതിനുശേഷം പറഞ്ഞിരുന്നത് നർക്കോട്ടിക് ജിഹാദ്, അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു പൊളിറ്റിക്കൽ ജിഹാദ് കേരളത്തിൽ പിടിമുറുക്കുന്നു എന്നുള്ളത്. നമുക്കൊക്കെ അറിയാം, ഈ കേരളത്തിനകത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ലെ വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിലാണ് ഈ പൊളിറ്റിക്കൽ ജിഹാദ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എത്ര MLA-മാരുണ്ടോ അല്ലെ എത്ര MP-മാര്, അവർക്ക് ഒരു അജണ്ടയുണ്ട്, എത്ര പേർ ജയിക്കണം, അല്ലെങ്കിൽ കേരളത്തെ എത്ര നാളുകൾക്കിടയിൽ കേരളത്തിൽ 2030 മിഷൻ എന്ന് പറഞ്ഞൊരു ഒരു അടുത്ത സമയത്ത് PFIയെ നിരോധിച്ച സമയത്ത് റെയ്ഡ് നടത്തിയ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് ലഘുലേഖകൾ. 2030 എന്ന് പറഞ്ഞൊരു അജണ്ടയോടുകൂടി അവർ പ്രവർത്തിച്ചത്. കേരളം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന് അതേ രീതിയിൽ തന്നെ മാറ്റിയെടുക്കണം എന്നുള്ള ഒരു അജണ്ടയോടുകൂടി അവർ പ്രവർത്തിച്ചു വന്ന രീതികളെ കുറിച്ചുള്ള ലഘുലേഖകൾ പല പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ നിന്നും കണ്ടെത്തിയതായിട്ട് NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടതാണ്. അപ്പൊ നമുക്കറിയാം കേരളത്തിനകത്തെ ലീഡേഴ്സ്, അതായത് കോൺഗ്രസിന്റെ ലീഡേഴ്സിനായാലും CPM-ന്റെ ലീഡേഴ്സിനായാലും ഇസ്ലാമിക രീതിയിലുള്ള ആളുകൾ, അതായത് തീവ്രവാദ ബന്ധമുള്ള സംഘടനകളോട് പോലും ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം പാലക്കാട് രഹസ്യമായി തന്നെ ബൈ ഇലക്ഷൻ നടന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതാവ് അവിടെ പോയി അവരെ കണ്ട് സംസാരിച്ച് വോട്ടുറപ്പിക്കുന്ന ഒരു അവസ്ഥ. അതായത് അവർക്കൊപ്പം നിന്നാൽ മാത്രമേ ഇനിയും ജയിക്കാൻ കഴിയൂ എന്നുള്ള ഒരു പുകമറ അവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ഈ അടുത്ത സമയങ്ങളിലാണ്. അതിലേക്ക് ചെന്ന് കോൺഗ്രസിന്റെ നേതാക്കളും അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കളും വീണ് കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് ഇനിയും പെട്ടെന്നൊന്നും ഇവർക്ക് പിന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പൊ കേരളത്തിൽ ഇല്ല എന്ന് അവര് തന്നെ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം
BJP എടുത്തിരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ BJPയുടെ നിലപാട് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. കാരണം BJPയുടെ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ സമയത്ത് ഇവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടാവും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ വർഷങ്ങൾ കൊണ്ട് ഒരു സൃഷ്ടിച്ചു വെച്ചിരുന്ന ഒരു നെറേറ്റീവിനെയാണ് ഈസി ആയിട്ട് 2019 എടുത്തു കളഞ്ഞത്. അതുപോലെ തന്നെ മുത്തലാഖ് വന്ന സമയത്ത് ഇതെല്ലാം ഈ പൗരത്വ ഭേദഗതി വരുന്ന സമയത്ത്, പൗരത്വ ബില്ലിന്റെ സമയത്ത് ഇതെല്ലാം ഇവര് വലിയ രീതിയിൽ ഒരു അജണ്ടയായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് വെച്ചിരുന്ന കാര്യങ്ങളാണ് BJP ഗവൺമെന്റ് ഈസിയായി ഓരോന്നായിട്ട് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പൊ വഖഫ് നിയമം തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെയാണ് രാജ്യത്തിനകത്ത് അരാജകത്വം സൃഷ്ടിക്കും എന്നുള്ള രീതിയിലുള്ള പല ഭീഷണികളും പല മുസ്ലിം സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ട് പോലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട്, അതായത് പറഞ്ഞത് എന്തൊക്കെയാണോ BJP സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവ ഓരോന്നും നടപ്പാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രത്തിന് വേണ്ടിയോ ഒരിക്കലും BJP സർക്കാർ ഒരു രീതിയിലും ഇവർക്ക് ആർക്കും മുന്നോട്ട് പോകാൻ, അവരുടെ ആരുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും BJP സർക്കാർ അനുവദിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് അമൽ സരീഖ്, ഈ എമ്പുരാനിൽ പല പ്രശ്നങ്ങളും കണ്ടെത്തിയവർ എന്തുകൊണ്ടാണ് ഈ വഖഫിൽ, നിലവിലെ വഖഫ് നിയമത്തിൽ പ്രശ്നങ്ങൾ അവർക്ക് കാണാൻ കഴിയാതെ പോകുന്നത്? എമ്പുരാനിൽ അടിയന്തര പ്രമേയം, പക്ഷേ മുനമ്പം വിഷയത്തിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ എന്തുകൊണ്ട് ഇവർക്കൊരു അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ സാധിക്കാതെ പോകുന്നു? ഒരു ക്രിസ്ത്യൻ നാമധാരിയായ ഡീൻ കുര്യാക്കോസ് MP ആണ് ഈ എമ്പുരാൻ വിഷയത്തിലൊക്കെ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത്. പക്ഷേ ആ ഒരു തീക്ഷ്ണത ഈ വഖഫുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അമൽ സരീഖ്? തീർച്ചയായിട്ടും അതിനൊരു ഉത്തരത്തോട് ചേർന്ന് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, ഒരു മുസ്ലിം സമുദായ നേതാവ് ഒരു പ്രസ്താവന ഇറക്കി എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു വാർത്താ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: ഡീനിന്റെയും ഹൈബിയുടെയും നട്ടല് വായ്പ കിട്ടുമോ എന്ന് ഷാഫി അന്വേഷിക്കണം, പ്രിയങ്ക പെരുന്നാളാശംസ പറഞ്ഞാൽ വയനാടിന് തൃപ്തികരമാകുമെന്ന് ധരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ നമ്മുടെ SKSSFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സത്താർ പന്തല്ലൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിവാദ പരാമർശങ്ങളൊക്കെ ഇറക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ കൃത്യമായും പറഞ്ഞിരിക്കുകയാണ്, ഹൈബിയും ഡീനിനെയൊക്കെ പൊക്കി പറഞ്ഞിരിക്കുകയാണ്. ഹൈബിയും ഡീനും എത്ര തീഷ്ണതയോടുകൂടിയാണ് ഈ വഖഫ് ബില്ലിന് എതിരിട്ടത്, ആ ഒരു തീഷ്ണത അവിടെ ഷാഫി കാണിച്ചില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൊണ്ടുണ്ട്, അവിടെയാണ് മറ്റേ ഷാഫി ഒരു മുസ്ലിം സമുദായ നേതാവാണല്ലോ, അപ്പം തീർച്ചയായും അവിടെ പറയേണ്ടത് ഷാഫി ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബാക്കി കുറച്ച് വാക്കുകളാണ് നമ്മളെ ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടും കൂടെ നമുക്ക് തോന്നിയത്. അദ്ദേഹം കൃത്യമായും സീറോ മലബാർ സഭ മുസ്ലിം വിരുദ്ധ കോറസ് ഒക്കെ ഏറ്റുപാടാൻ തുടങ്ങിയെന്നും സഭയെ അങ്ങ് നേരെ ആക്രമിക്കുകയാണ്, കത്തോലിക്ക സഭ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പ്രസ്താവിക്കുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം ഭയങ്കര വിശ്വാസികളെയും ക്രൈസ്തവരെയൊക്കെ അപകീർത്തിപ്പെടുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലേക്ക് പ്രസ്താവന ഇറക്കിക്കൊണ്ട് കൃത്യമായ മുസ്ലിം സമുദായം എത്രമാത്രം മുസ്ലിം സമുദായത്തോട് ചേർന്ന് നിൽക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലും ഈ ക്രൈസ്തവ MP-മാര് മുസ്ലിം സമുദായത്തോട് എത്ര ചേർന്ന് നിൽക്കുന്നു എന്ന ഒരു തുറന്നു പറച്ചിലും അദ്ദേഹം അവിടെ നടത്തുകയാണ്. അപ്പം ഇതിനകത്ത് കാണേണ്ടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡീൻ കുര്യാക്കോസും ഈ ഷാഫിയും നമ്മുടെ ഹൈബിയും ഒക്കെ തന്നെ എന്തുകൊണ്ട് ഈ ഒരു ക്രൈസ്തവ, അതായത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഡീൻ കുര്യാക്കോസിന്റെ മണ്ഡലമായിട്ടുള്ള ഇടുക്കി ആ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈസ്തവ ഒരു കുറച്ചെങ്കിലും ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതേസമയം എറണാകുളം ആണെങ്കിലും ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശമാണ്. അപ്പൊ അങ്ങനെ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശത്ത് നിന്ന് വന്നവര് അവിടെ ക്രൈസ്തവർക്കായിട്ട് സംസാരിക്കാതെ ഒരു വിചിത്രമായ ഒരു സംഗതിയാണ് നമ്മൾ കാണുന്നത്. ഇത് തീർച്ചയായിട്ടും നമുക്ക് ഒരു വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. മാത്രമല്ല, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇവരുടെ എല്ലാം ശബ്ദം ഈ മുസ്ലിം ലീഗിനോടൊപ്പമാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ഒരു അപകടം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഈ മുസ്ലിം ലീഗ് ഇത് വന്ന സമയത്ത് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, പാർലമെന്റ് വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയാൽ സുപ്രീം കോടതിയെ ഞങ്ങൾ സമീപിക്കുമെന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നത്. ഈ ബില്ല് പാസ്സായാൽ സുപ്രീം കോടതിയെ ഞങ്ങൾ സമീപിക്കും. അപ്പൊ ഈ മുസ്ലിം ലീഗ് പറയുവാണ്, ഈ പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കോടതിയെ സമീപിക്കുമെന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മുനമ്പം ജനതയുടെ ആവശ്യം. അവർക്കും കോടതിയെ സമീപിക്കാനുള്ള ഒരു അടിസ്ഥാന അവകാശത്തിന് വേണ്ടിയാണ് അവരിന്ന് സംസാരിക്കുന്നത്. അല്ലാതെ ഇവർക്കിപ്പം ഈ വിധി കിട്ടിയത് കൊണ്ട് അന്ന് നീതി കിട്ടിയില്ല, ഇന്നോ ഇന്നലെയോ നാളെയോ ഇവർക്ക് നീതി കിട്ടിയില്ല. ശരിക്കും ഇവർക്ക് നീതി കിട്ടണമെങ്കിൽ ഇനി കോടതിയോ മറ്റ് നടപടികളിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ റവന്യൂ അധികാരം ഇവർക്ക് പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക. ഇത് റവന്യൂ അധികാരം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതിന്റെ വിധിയല്ല,
പകരം ഇവർക്ക് കോടതിയെങ്കിലും ഒന്ന് സമീപിക്കാൻ സാധിക്കുന്ന ഒരു ജനാധിപത്യ രീതിയിൽ ഒരു ആകെ രണ്ട് നമുക്ക് സൊല്യൂഷനേ ഉള്ളൂ ഒരു ജനാധിപത്യ രീതിയിൽ നീതി കിട്ടാനായിട്ട്. ആ രണ്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ജുഡീഷ്യറിയും ഒന്ന് നമ്മുടെ ഈ ലെജിസ്ലേച്ചറുമാണ്. ഈ ലെജിസ്ലേച്ചറിൽ നിന്ന് നമുക്ക് നീതി കിട്ടുന്നില്ലാത്ത ഒരു അവസ്ഥയാണ് ശരിക്കും പറയുന്നത് കേരളത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെ ആകെ ഈ ജുഡീഷ്യറിന്നേ ഉള്ളൂ. ഈ ലെജിസ്ലേച്ചറിൽ എന്തായാലും ഈ ഇന്ത്യ ഒട്ടാകെ മുഴുവൻ ജനതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സമീപനം ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പം അവിടെ നമുക്ക് നീതിയില്ല. ആകെ പിന്നെ സാധാരണക്കാരെ സമീപിക്കുന്ന ഈ ജുഡീഷ്യറി എന്നുള്ള ആ ഒരു എന്താ പറയുന്ന ഒരു അവകാശവും അതിൽ നിന്നുള്ള ഒരു നീതിയുമാണ്. ആ ജുഡീഷ്യറി എന്നുള്ളൊരു നീതിക്ക് പോലും അവർക്ക് വിലങ്ങുതടിയായിക്കൊണ്ട് ഈ വഖഫ് ട്രൈബ്യൂണലിനെ മാത്രം സമീപിച്ച് വേണം നിങ്ങൾക്ക് നീതി എടുക്കാം എന്ന രീതിയിലേക്കുള്ള ഒരു സംഗതിയാണ് ഇവിടെ മാറ്റപ്പെട്ടത്. ഈ മുസ്ലിം ലീഗ് പറയുന്ന കാര്യത്തിന്റെ ഒരു അവകാശം തന്നെയാണ് ഇവരും പറഞ്ഞുള്ളൂ. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു അവകാശം ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന വ്യക്തികൾ ആരാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ വന്ന വ്യക്തികൾ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം സാദിഖലി തങ്ങളൊക്കെ പുറകെ നിൽക്കുമ്പോഴും അവിടെ മുമ്പിൽ നിന്നുകൊണ്ട് പത്രമാധ്യമങ്ങളോട് പറഞ്ഞൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഹാരിസ് ബിരാന. ഈ ഹാരിസ് ബിരാൻ ആരാണ്? ഹാരിസ് ബിരാൻ രാജ്യസഭ MP ആണ്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് ഇപ്പം പോയി രാജ്യസഭ MP ആണ്. അദ്ദേഹം സുപ്രീം കോടതി ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. മാത്രവുമല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഹാരിസ് ബിരാനാണ് ക്രിസ്ത്യാനികളുടെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ അത് ദംസിക്കണം, അത് കൊടുക്കരുത്, അവർക്ക് ഇല്ലാതാക്കണം എന്ന രീതിയിലേക്ക് സ്വന്തം പിതാവ് ഉണ്ടാക്കിയ ട്രസ്റ്റിന്റെ പേരിൽ ഇദ്ദേഹം ഉൾപ്പെടുന്ന ആ ട്രസ്റ്റിന്റെ പേരിൽ സ്വന്തമായി ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും 80:20 അവകാശ ആ ഒരു വിഷയത്തിൽ അവിടെ ക്രിസ്ത്യാനികൾക്കെതിരെ അവിടെ വാദിക്കാനായിട്ട് ഇദ്ദേഹം സ്വന്തം താല്പര്യപ്രകാരം പോവുകയായിരുന്നു. മാത്രമല്ല വാദിച്ച അദ്ദേഹം തോൽക്കുകയുണ്ടായി. തോറ്റ് അവസാനം ഇപ്പം ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായ വിധിയൊക്കെ നടന്ന കാര്യം നമ്മൾ അറിഞ്ഞായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും സർക്കാരിനെ ഇവർ സ്വാധീനിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾക്കിന്ന് കാണാൻ സാധിക്കുക. എന്നിട്ട് ഈ പറയുന്ന ഹാരിസ് ബിരാനും സാദിഖലി തങ്ങളും കൂടിയാണ് മാർപ്പാപ്പയെ കാണാൻ വേണ്ടി ഇവിടെയുള്ള പ്രതിനിധി സംഘത്തോടൊപ്പം റോമിൽ പോവുകയും അവിടെ പോയിട്ട് അവിടെയുള്ള റോമിലെ മുസ്ലിം കച്ചവടക്കാരെ പറ്റി അദ്ദേഹം പൊക്കി പറയുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. എത്ര വിചിത്രമായതും എത്രമാത്രം ഒരു അപകടം പിടിച്ച കാഴ്ചകളാണ് നമ്മൾ കാണുന്നുള്ളതാണ് കാര്യം. ഇത്രമാത്രം ഒരു മതം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും കേൾക്കണമെന്ന രീതിയിലേക്ക് കേരളം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ ഭയപ്പാടോടെ കാണേണ്ട കാര്യമാണ്. അതായത് ആ മതം എന്ത് പറയുന്നോ, ആ മതത്തിലെ അധികാരികൾ എന്ത് പറയുന്നോ അതിനനുസരിച്ച് രാഷ്ട്രീയമാകട്ടെ, സാമൂഹ്യമാകട്ടെ, സാമുദായികമാകട്ടെ എല്ലാവരും ആ ഒരു തലത്തിലേക്ക് മാത്രം നീങ്ങണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു രാഷ്ട്രീയ സപ്പോർട്ടോ ഒരു സാമുദായിക സപ്പോർട്ടോ ഒന്നുമില്ല. നിങ്ങളാണ് വർഗീയവാദികൾ എന്ന് നമ്മളെ വിളിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് ഇന്നിപ്പം കേരളവും ഈ രാജ്യമൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. കാണുന്നത് വളരെ അപകടം പിടിച്ച ഒരു കാഴ്ചകൾ തന്നെയാണ്. ഓക്കെ, വളരെ വ്യക്തമാണ്. ഈ വഖഫുമായി ബന്ധപ്പെട്ട് വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിലും പൊതുസമൂഹത്തിലും ഭാരതത്തിലുമൊക്കെ നടന്ന ചർച്ചകൾ ചില മുന്നറിയിപ്പുകൾ, ചില തിരിച്ചറിവുകൾ പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിന് ഒക്കെ നൽകുന്നുണ്ട്. അത് വളരെ വ്യക്തമാണ്. ഒരു പ്രശ്നമുണ്ടായി കഴിയുമ്പോൾ ആരുടെ ഒപ്പം നിൽക്കും എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചന. തീർച്ചയായിട്ടും ഈ ഒരു ബില്ല് മുനമ്പം ജനതയുടെ പ്രതിസന്ധിക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ഇനി ഒരിക്കലും ഇന്ത്യയെ പോലെയുള്ള മതേതര ഒരു മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യം, ഭരണഘടനാ മൂല്യങ്ങൾ നിലനിൽക്കുന്ന ആ ഒരു രാജ്യത്ത് ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു മതനിയമവും വരാതിരിക്കട്ടെ. അതിന് നടപടി സ്വീകരിക്കുന്നവരെ ഒറ്റപ്പെടുത്തുവാൻ ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള ആശയം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ബിഗ് ഡിബേറ്റ് വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ സ്കോട്ട് സ്ലീബ, ശ്രീ സ്റ്റാലിൻ ദേവൻ, ഒപ്പം തന്നെ ശ്രീ അഖിൽ വർഗീസ്, ശ്രീ അമൽ ശ്രീക്, 4 പേർക്കും നന്ദി.